വചനം തിരുവചനം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കായി കർത്താവ് തന്ന വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്ക് കിട്ടുന്ന ദർശനവും സ്വർഗം വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതുമായ ചില മേഖലകളിലൂടെ നാം കടന്നു പോവുകയാണ്. ഒപ്പം കർത്താവ് തൻ്റെ ഹൃദയത്തിൽ മനുഷ്യമക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തെക്കുറിച്ചും മനുഷ്യനുമായി ദൈവം ചെയ്യുന്ന വലിയ ഒരു ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആകെ 13 വചനങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഈ 6-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു പ്രവാചകൻ. 2, തന്നെ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രവാചകൻ. 3, ദൈവത്തെ കണ്ട് തന്നെ തന്നെ തിരിച്ചറിയുന്ന പ്രവാചകനെ ദൈവം തൻ്റെ കരത്തിൻ്റെ ബലത്തിലേക്ക് ചേർത്ത് നിർത്തി തനിക്ക് മനുഷ്യമക്കളോട് സംസാരിക്കാനുള്ള ഒരു മീഡിയമാക്കി മാറ്റിക്കൊണ്ട് ജനതകൾക്കിടയിലേക്ക് പ്രവാചകങ്ങളോട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ 6-ാമത്തെ അധ്യായം 1 മുതൽ 13 വചനങ്ങളിൽ നാം കണ്ടെത്തുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പറയുന്നു, 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനം ത്രിഭൂഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. വചനം പറയുകയാണ്, ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനം ത്രിഭൂഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ ദൈവത്തെ കണ്ടു. കണ്ട സാഹചര്യം എന്താ എന്ന് ചോദിച്ചാൽ, ഉസ്സിയാ രാജാവ് യഹൂദ ജനത്തിൻ്റെ രാജാവാണ്, യൂദയാ രാജ്യത്തിൻ്റെ രാജാവാണ്. ഏകദേശം 51 വർഷക്കാലം ഇസ്രായേൽ മക്കളെ യൂദയാ രാജ്യത്തെ ഭരിച്ച ഈ ഉസ്സിയാ രാജാവിന് വളരെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ദൈവത്തിൽ വിശ്വാസിയായിരുന്നു. വളരെ നവീകരണങ്ങൾ നടത്തിയ ഈ മനുഷ്യൻ, ദൈവത്തെ സേവിച്ച മനുഷ്യൻ 51 വർഷങ്ങൾ പൂർത്തിയാകും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കാലടികൾ വഴുതാൻ തുടങ്ങി, സ്റ്റെപ്പുകൾ പിന്നിലേക്ക് മാറാൻ തുടങ്ങി. അദ്ദേഹം അഹങ്കാരത്തിൽ ഭ്രമിച്ച് ദൈവത്തെ തള്ളിപ്പറയുന്നൊരവസ്ഥയുണ്ടായി. ഒരിക്കൽ ബലിയർപ്പിക്കാൻ പുരോഹിതന്മാർക്ക് മാത്രമാണ് ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പുരോഹിതന്മാർ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഈ ധൂപാർപ്പണം ഉസ്സിയാ രാജാവ് ചെയ്യാനിടയാവുകയും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി സ്വർഗം ഇഷ്ടപ്പെടായികയാൽ അദ്ദേഹത്തിന് കുഷ്ഠം ഉണ്ടാകാൻ ഇടയാവുകയും ചെയ്തു. കുഷ്ഠബാധിതനായ രാജാവ് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ അകറ്റപ്പെട്ടു. എന്നാൽ തന്ത്രപരമായി രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായി ജനസമക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ തനിക്ക് പറ്റാത്തതുകൊണ്ട് തൻ്റെ പുത്രൻ യോഥാമിനെ അദ്ദേഹം രാജാവായി വാഴിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കാലങ്ങൾ ഇങ്ങനെ പിന്നിട്ട സമയത്ത്, ആളുകൾക്കിടയിൽ നിന്ന് പിന്നോക്കം മാറി നിൽക്കുന്ന സമയം, പുത്രനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏകദേശം BC 735 വർഷം രാജാവ് മരിക്കാനിടയായി. അപ്പോൾ രാജാവ് മരിക്കാനിടയായ ആ സമയത്ത് ജനത്തിൻ്റെ മുൻപിൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഹോസിയ പ്രവാചകനും യെശയ്യാ പ്രവാചകനും ആമോസ് പ്രവാചകനും. ഈ 3 പ്രവാചകന്മാരുടെയും കാലഘട്ടം ഏകദേശം ഒരേ കാലഘട്ടമാണ്. ജനത്തിനിടയിൽ കൂടുതൽ സ്വാധീനം കിട്ടിയ ഈ യെശയ്യാ പ്രവാചകൻ ഈ ഉസ്സിയാ രാജാവ് മരിച്ച അതേ വർഷം സ്വർഗം ഭൂമിയിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ തീരുമാനിക്കുകയാണ്. അതാണ് ഈ വചനഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുക. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം അതാണ്.
അപ്പോൾ വചനം പറയുകയാണ്, ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. രാജാവിൻ്റെ സ്ഥാനത്ത് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു സിംഹാസനത്തിൽ. അത് താഴെയല്ല, ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. എന്നിട്ടോ അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു എന്ന് വചനം പറയുകയാണ്. ദേവാലയത്തിൽ അവൻ്റെ വസ്ത്രാഞ്ചലം നിറഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ജനതയുടെ ചരിത്രം നമ്മൾ പഠിച്ച് കടന്നു വരുമ്പോൾ ഒരു അഗ്നിത്തൂണിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതായി വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേഘങ്ങൾക്കിടയിൽ ദൈവം താണിറങ്ങി വന്നതായി വചനം പറയുന്നുണ്ട്. വലിയ പ്രകാശത്തിൽ ദൈവം വ്യാപരിച്ചിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഇതെല്ലാം പഴയ നിയമ ജനതയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ യേശയ്യാ പ്രവാചകൻ്റെ ദൈവദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഗ്നിത്തൂണില്ല, ഇടിമുഴക്കമില്ല, വലിയ പ്രകാശ സ്തംഭങ്ങളില്ല, അല്ലെങ്കിൽ വലിയ മേഘങ്ങളുടെ ആരവങ്ങളില്ല, മേഘങ്ങൾ ഇറങ്ങി വരുന്ന അവസ്ഥകളില്ല. അവൻ കണ്ടത് അപ്പോൾ പിന്നെ ആരെയാണ്? ദൈവത്തെ അവൻ കണ്ടു എന്ന് വചനം പറയുമ്പോൾ ഈ 6-ാം അധ്യായം താഴേക്ക് വായിച്ച് 7-ാം അധ്യായം വരെയൊക്കെ നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇപ്രകാരം ചിന്തിക്കാം, അവൻ കണ്ടത് യേശുക്രിസ്തുവിനെ തന്നെ അല്ലേ എന്ന്. കാരണം യേശുക്രിസ്തു അബ്രാഹത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് കർത്താവിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 58-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടായിരുന്നു. വചനം പറയുകയാണ്, അബ്രാഹത്തെ കണ്ടുവെന്നോ? യഹൂദ അവനോട് ചോദിച്ചു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ അഗ്നിത്തൂണിലല്ലാതെ മേഘസ്തംഭത്തിലല്ലാതെ മഹത്വം നിറഞ്ഞു നിന്ന് ദൈവത്തെ യേശയ്യാ പ്രവാചകൻ ദേവാലയത്തിൽ കണ്ടെങ്കിൽ അത് യേശുക്രിസ്തു തന്നെ അല്ലേ എന്ന് നാം ചിന്തിക്കണം. അവൻ്റെ ആഗമനം ഭൂമിയിലേക്ക് ഇറക്കുവാൻ, പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ അവതാരത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം നമുക്ക് കാണാൻ സാധിക്കും. അത് 7-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ 7-ാം അധ്യായം ഒരു ഇമ്മാനുവേൽ പ്രവചനമാണ്. 6-ാം അധ്യായത്തിന് തൊട്ടു പുറകെയാണ് കാണുക. അതായത് പ്രവാചകന് ദൈവത്തെ കാണാൻ പറ്റിയ ഉടനെ ആ പ്രവാചകൻ്റെ അതിരത്തിലൂടെ തന്നെ സ്വർഗം പറയുകയാണ് 7:14, അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ വചനത്തിൻ്റെ ആഴപ്പെട്ട അർത്ഥങ്ങളിലേക്ക് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ യേശയ്യാ പ്രവാചകൻ കണ്ടത് യേശുക്രിസ്തുവിനെ തന്നെ അല്ലേ? അബ്രാഹത്തിന് മുമ്പേ നിന്നവൻ അഗ്നിയിലല്ല, മേഘത്തൂണിലല്ല, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിനെ തന്നെയല്ലേ അവൻ കാണാൻ ഇടയായത്? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം കാണുക കർത്താവിൻ്റെ, അതും ഏകദേശം ഈശോയുടെ ജനനത്തിന് 765 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനം. ഈ 2-ാമത്തെ വചനം ഇതാണ്, അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു, അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 6 ചിറകുള്ള ഒരു സെറാഫ്, അല്ലെങ്കിൽ സെറാഫുകൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുക. സെറാഫുകൾ എത്ര എണ്ണമുണ്ട് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സെറാഫുകളെ കുറിച്ച് പറയുന്ന ഏക സ്ഥലമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഈ സെറാഫുകൾക്ക് 6 ചിറകുകളുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. മുഖം മറച്ചു, പാദം മറച്ചു, 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ തന്നെ മറച്ചു വെച്ച്, കർത്താവെ അങ്ങ് വലിയവനാണ്, മാലാഖമാർ തങ്ങളുടെ മുഖം മറച്ച് അവരെ കുമ്പിട്ട് ആരാധിക്കുന്ന മാലാഖമാരെയാണ് നമ്മളിവിടെ കാണുക. പാദങ്ങളും മറച്ച് അശുദ്ധിയൊന്നുമില്ലാതെ വിശുദ്ധരായ മാലാഖമാർ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് താണു വണങ്ങി എളിമയോടെ നിന്ന് 2 ചിറകുകൾ പറക്കാൻ ഉപയോഗിച്ച് അവർ പാടി പ്രാർത്ഥിക്കുകയാണ്.
പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരുന്നു. അവിടുത്തെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാർ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തെ സ്തുതിക്കാൻ നിയോഗിക്കപ്പെട്ട മാലാഖമാർ മനുഷ്യർ സ്തുതിച്ചില്ലെങ്കിലും അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവ് പരിശുദ്ധനാണ്, കർത്താവ് പരിശുദ്ധനാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാതിരിക്കാൻ മാലാഖമാർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരസ്പരം മാലാഖമാർ ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ് നാം ഇവിടെ കാണുക. അപ്പോൾ അടുത്ത വചനമാണ്, ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെ മാലാഖമാർ പാടി സ്തുതിക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഈ മാലാഖമാരുടെ ശബ്ദം എത്ര ഡെസിമൽ ഉണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എത്ര മാത്രം അതിന് ഫ്രീക്വൻസി ഉണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മളാരും അതിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശബ്ദഘോഷത്താൽ അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും. അപ്പോൾ എത്രമാത്രം ഫ്രീക്വൻസിയോടെയാകാം ആ ശബ്ദം, സ്തുതിപ്പിൻ്റെ ശബ്ദം ഇറങ്ങി വരിക. ദേവാലയം ധൂമപൂരിതമായി. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ താൻ കണ്ട കർത്താവിനെ യേശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി. താൻ കണ്ട കർത്താവ് അവൻ പരിശുദ്ധൻ. മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന, പരിശുദ്ധനായ ദൈവത്തെ ഏറ്റുപറയുന്ന മാലാഖമാരെ പാടി സ്തുതിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു. ആ കർത്താവിനെ കണ്ടപ്പോൾ, ആ കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ ഇനി സംഭവിക്കുന്നത്, യേശയ്യ തന്നെ തന്നെ കാണാൻ തുടങ്ങുകയാണ്. അവിടെ തന്നെ തന്നെ കാണുന്നൊരു യേശയ്യായെ കാണും. അതാണ് 5 മുതലുള്ള വചനങ്ങൾ കാണുകയാണ്. 5 മുതൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വയമായി തൻ്റെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് മാത്രമല്ല, അവൻ പറയുകയാണ്, ഞാൻ അശുദ്ധനാണ്, മനുഷ്യവർഗം മുഴുവനും അശുദ്ധിയിലാണ്, ഞങ്ങൾ അശുദ്ധമായ അതിങ്ങളുടെ മധ്യേ വസിക്കുന്നവനാണ്. തന്നെയും തൻ്റെ ജീവിതത്തെയും കുറിച്ച്, തൻ്റെ ദേശത്തെക്കുറിച്ച്, താൻ ഉൾപ്പെട്ടിരിക്കുന്ന ജനത്തെക്കുറിച്ച് അശുദ്ധിയുടെ മേഖലയിലാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ വചനഭാഗം. ഇവിടെയാണ് നാം കാണുക. അപ്പോൾ തന്നെ തന്നെ നോക്കുന്ന ആ വ്യക്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്. ഈ ഒരു മനുഷ്യൻ അവൻ പാപിയാണ് എന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന ആ സമയത്ത് ഒരു വലിയ കാര്യം സംഭവിക്കുകയാണ്. നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വചനം വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ഞാൻ അശുദ്ധനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സ്വർഗം ഇടപെട്ടതാണ്. 6 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം കാണുക. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. 3 കാര്യങ്ങളാണ് മാലാഖ സെറാഫുകൾ ഒരു തീക്കനൽ എടുത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു വെച്ചത്. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, അധരത്തെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. ഒരു അഗ്നി കൊണ്ടുള്ള ഒരു ശുദ്ധീകരണം നമ്മളിവിടെ കാണുകയാണ്, അഗ്നി സ്നാനം. അപ്പോൾ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കണ്ടു. യേശുക്രിസ്തുവിനെ കണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അവന് കിട്ടുന്നൊരു സമ്മാനം അഗ്നിയുടെ സ്നാനമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെ ശുദ്ധീകരണമാണ്. അപ്പോൾ നമ്മൾ കാണുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ മറ്റൊരർത്ഥം. നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ
ഒരഗ്നി ഇറങ്ങി വന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരഗ്നി ഇറങ്ങി വന്നു, പെന്തക്കുസ്തായിൽ ഇറങ്ങി വന്ന അഗ്നി. പെന്തക്കുസ്തായിൽ ഇറങ്ങി വന്ന ആ അഗ്നി, കർത്താവിൻ്റെ അഗ്നി ശിഷ്യരെ എല്ലാം ശുദ്ധീകരിച്ചു. അപ്പോൾ നമ്മൾ വചനം കാണും, കർത്താവിൻ്റെ ഈ അഗ്നി അവരുടെ ജീവിതത്തിലേക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വരുമ്പോൾ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിലും 8-ാമത്തെ വചനത്തിലും ഈശോയുടെ വചനം പറയുന്ന ഇപ്രകാരമാണ്. 1:4 കർത്താവ് പറഞ്ഞു, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കണം. 1:8 കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇനി ഈ ഈശോയെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അപ്പോൾ ബലിപീഠത്തിൻ്റെ അടുക്കൽ നിന്നാണ് കൊടിലുകൊണ്ട് തീക്കനൽ എടുത്തു കൊണ്ടുവന്ന് ശിഷ്യരുടെ ഈ യേശയ്യയുടെ അധരങ്ങളെ ശുദ്ധീകരിച്ചത് എങ്കിൽ യേശുക്രിസ്തുവിൽ നിന്നും അവൻ്റെ കുരിശുമരണത്തിലൂടെ ലോകത്തിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മ കൃപയെക്കുറിച്ച് ഒരുപക്ഷെ വചനം നമ്മെ പഠിപ്പിക്കുകയല്ലേ എന്ന് നാം ചിന്തിക്കണം. അതെപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് വരിക? ദൈവത്തിൻ്റെ മഹാപരിശുദ്ധി ഏറ്റുപറഞ്ഞ് അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുമ്പോൾ, ആത്മാവിൻ്റെ അഗ്നി എന്നിലേക്ക് നിറയുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മ നിറവ് കിട്ടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ അതാണ് നാം കാണുക. അപ്പോൾ സ്വർഗം 1-ാമത്തെ പ്രവൃത്തി ചെയ്തു, അഗ്നി എടുത്തു കൊണ്ടുവന്ന് അവൻ്റെ അധരങ്ങളെ തൊട്ടു. ഇനി സ്വർഗം ചെയ്ത അടുത്തൊരു പ്രവൃത്തി ഇതാണ്. സ്വർഗം ചെയ്തൊരു പ്രവൃത്തി, അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കണ്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇപ്പോൾ ദേവാലയത്തിലേക്ക് ചെല്ലുന്ന പ്രവാചകന് ആ സമയത്ത് യാതൊരുവിധ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തെ ആരാധിക്കാൻ അവൻ ചെന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഗ്നി അവനെ തൊട്ടു എന്നത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഈ അഗ്നിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ കേട്ടു ദൈവസ്വരം. അവൻ ദൈവസ്വരം കേട്ടതെന്താ? അവനോട് തന്നെ സംസാരിക്കുന്ന ഒരു ദൈവസ്വരം കേൾക്കുകയാണ്. ആരെയാണ് ഞാൻ അയക്കുക? പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ, ആത്മാവിൻ്റെ അഗ്നിയിൽ നിറയുമ്പോൾ പാവബോധം ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും. ആത്മാവിൻ്റെ ശക്തി നിന്നിൽ നിറയുമ്പോൾ നീ ദൈവസ്വരം കേൾക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവസ്വരം കേട്ട് കഴിയുമ്പോൾ അവൻ പറയുകയാണ്, അപ്പോൾ തന്നെ അവൻ പ്രതികരിച്ചു, ഒന്നും ആലോചിച്ചില്ല, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല, നിങ്ങൾ വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും നാം കാണുന്നതെങ്കിൽ, 1-ാമത്തെ കാര്യം ദൈവത്തെ കാണുന്ന പ്രവാചകൻ, 2 സ്വയം കണ്ടെത്തുന്ന പ്രവാചകൻ, 3-ാമത്തെ കാര്യം ദൈവം പ്രവാചകനെ മുന്നിൽ നിർത്തി മനുഷ്യരുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ പോവുകയാണ്. അതാണ് 9 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനം? പ്രവാചകന് കർത്താവ് ഒരു ദൗത്യം കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ശുദ്ധീകരിച്ചതും നിന്നോട് ഞാൻ സംസാരിക്കുന്നതും നിനക്ക് വേണ്ടിയല്ല. നീ എൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് പോകണം. അവരോട് ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക എന്ന് പ്രവാചകനോട് പറഞ്ഞു വിട്ടു. കർത്താവേ, ഇത് എത്ര നാളേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീർന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ
വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ അതൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻ്റെയും വൃക്ഷമോ കരിവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. എന്താണ് ഈ പ്രവൃത്തി? തന്നെ തന്നെ വിശുദ്ധീകരിച്ച പ്രവാചകനോട് കർത്താവ് കൽപ്പിച്ചു, നീ പോയി ആ ദേശം മുഴുവൻ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കനലിൽ കിടന്ന് വെന്തുരുകുന്ന ജീവിതത്തിൽ നിന്ന് ഒരു വിശുദ്ധ ബീജം പുറത്തു വരും. അതാണ് നിന്റെ രക്ഷ, നിന്റെ അനുഗ്രഹം. ആ വിശുദ്ധ ബീജം, ആ കുറ്റി, അവശേഷിക്കുന്ന കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കുമെന്ന് അരുളി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് ഞാനും നിങ്ങളും ആത്മാവിൽ നിറഞ്ഞ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ സഹനങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഞാനും നിങ്ങളും ഭാരപ്പെടുകയല്ല. ദൈവം എന്നെ വിശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ ബീജമാക്കി മാറ്റാൻ പോവുകയാണ്. എന്നിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് അവൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചതാണ്. അപ്പോൾ നാം ഇത്രയും നേരം ശ്രവിച്ചതും അത് തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നിന്നെ കണ്ടറിഞ്ഞ് നിൻ്റെ പരിശുദ്ധിയിൽ വ്യാപരിച്ച് എന്നെ തന്നെ തിരിച്ചറിഞ്ഞ് നിൻ്റെ ശുദ്ധീകരണത്തിന് മുമ്പിൽ നിന്നു തരാനും നീ സംസാരിക്കുന്ന കേൾക്കാനും ദൗത്യമേറ്റെടുത്ത് ഈ ലോകത്തിൽ അനേക ജീവിതങ്ങൾക്ക് നിൻ്റെ വലിയ വിശുദ്ധിയെ വെളിപ്പെടുത്തി കൊടുക്കാൻ, നിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേരാൻ കർത്താവെ, പരിശുദ്ധാത്മശക്തിയാൽ ഓരോ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും പ്രധാനപ്പെട്ട വചനപ്രഘോഷകരെയും എല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം തയ്യാറായി നിൽക്കുകയാണ് കർത്താവെ, ഞങ്ങളെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.